ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയനെ അവഹേളിച്ച IC ബാലകൃഷ്ണൻ NM വിജയൻ അഴിമതി നടത്തിയെന്ന് കൽപ്പറ്റ കോടതിയിൽ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞു. PV ജോഷില കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ജോഷില, ഈ മരണശേഷവും ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം കൃത്യമായ പരിഹാസവും അവഹേളനവും ഇപ്പോഴും NM വിജയന്റെ കുടുംബം ഏറ്റുവാങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന്. അതിപ്പോഴും തുടരുന്നു കൽപ്പറ്റ കോടതിയിലും. ആ രീതിയിലുള്ള വാദങ്ങളാണ് ഇന്ന് കോടതിയിലും നടന്നത്. പ്രതിവാദത്തിന്റെയും ഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദങ്ങൾ എന്തായിരുന്നു ഇന്ന്? തീർച്ചയായും മിനിഷ, മരണശേഷവും NM വിജയനെ വെറുതെ വിടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ കാര്യം എന്ന് വേണം പറയാൻ. ഇന്ന് IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ അത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിലാണ് NM വിജയനെ കുറിച്ച് കോടതിയിൽ അവതരിപ്പിച്ചത് തന്നെ. NM വിജയൻ അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, NM വിജയൻ കൊലപാതകിയാണ് എന്ന് കൂടി പറയാൻ മടിച്ചില്ല എന്നുള്ളതാണ്. IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് IC ബാലകൃഷ്ണന്റെ വാദമാണ് ഇവിടെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. NM വിജയൻ പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവനാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം BJP ഭരിച്ചിരുന്ന ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി 32 ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും കടമെടുത്തത്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് ഈ കടബാധ്യത ഏറ്റെടുത്തത് എന്നുള്ളതാണ്. ഇതടക്കം വിശദീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ കടബാധ്യത 32 ലക്ഷത്തിന്റെ കടബാധ്യത 65 ലക്ഷമായി മാറി. കോൺഗ്രസ് DCC നേതൃത്വവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനടക്കം അദ്ദേഹം നൽകിയ കത്തിൽ ഈ കടബാധ്യത പരിഹരിച്ചു തരണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ DCC നേതൃത്വത്തിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത കോടതിയിൽ കൊടുക്കാനുള്ള മറ്റൊരു തുകയെ കൂടി അദ്ദേഹം ആ തുകയെ കൂടി പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ കോടതിയിൽ തയ്യാറാവുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. 4ാമത്തെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, മകൻ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ജിജുവിനെ കൂടെ കൂട്ടുന്നു എന്ന് പറഞ്ഞു. അതായത് തൻ്റെ മകനെ കൂടെ കൂട്ടുന്നു എന്ന് പറഞ്ഞ കാര്യത്തിൽ കൂടെ കൂട്ടുന്നു എന്നാണ് പറഞ്ഞത്. അതായത് NM വിജയൻ അവനെ കൊന്നതാണ്, അതായത് മകനെ കൊന്ന പിതാവാണ് NM വിജയൻ എന്ന് പറയാൻ പോലും മടിക്കാത്ത അഭിഭാഷകനാണ്. അതായത് IC ബാലകൃഷ്ണന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ വാദങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. DCC നേതൃത്വത്തിന്റെ വാദങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ഇന്ന് കോടതിയിൽ NM വിജയനെ അഴിമതിക്കാരനും കൊലപാതകിയുമാക്കി മാറ്റാൻ DCC നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും ഇന്ന് കോടതിയിൽ നടന്ന ഈ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് NM വിജയനെയും കുടുംബത്തെയും അവഹേളിക്കുന്നതായിരുന്നു. NM വിജയൻ കുടുംബത്തിന് വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളെല്ലാം തന്നെ ഖണ്ഡിക്കുന്ന രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മുൻകൂർ ജാമ്യം IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റിന്റെയും ഗോപിനാഥിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വാദം നാളെയും തുടരും. അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വാദം അവസാനിച്ചു. നാളെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കൂടി ആരംഭിക്കും എന്നുള്ളതാണ്. വിനിഷ. ജോഷില, ഈ രണ്ട് ഭാഗത്തിന്റെയും വാദം മുഴുവനായും കേൾക്കാൻ കോടതിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലാണോ നാളെയും വാദം തുടരുന്ന ഒരു സംഭവം? തീർച്ചയായും നാളെയും വാദം തുടരും എന്ന് പറഞ്ഞത് ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇടപെടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇത്രയും ക്രൂരമായി NM വിജയനെ ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇടയ്ക്ക് ഇടപെട്ടു എന്നുള്ളതും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നുള്ളതും മാത്രമാണ്. നാളെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടക്കം കാര്യങ്ങൾ കേൾക്കാൻ വാദം കോടതി കേൾക്കും. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു വാദം കൂടിയുണ്ട്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പല്ല അത്. NM വിജയൻ ആത്മഹത്യാക്കുറിപ്പ് എന്ന് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അത് കോൺഗ്രസ് പാർട്ടിയെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായി എഴുതി വെച്ച കാര്യമാണ് എന്നുള്ളതാണ്. അത്രയും നിരാകരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ഇത്രയും കഷ്ടപ്പാടിനെ കുറിച്ചും അത് കടബാധ്യതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്, ഞങ്ങൾ പോവുകയാണ്, ഈ ലോകത്തോട് വിടപെടൽ പറയുകയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് ബ്ലാക്ക്മെയിലായി ചിത്രീകരിച്ചുകൊണ്ട് NM വിജയനെ അപമാനിക്കാൻ വേണ്ടി. ഒരാൾ ബ്ലാക്ക്മെയിൽ ആണെങ്കിൽ NM വിജയന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. അദ്ദേഹം അത് ബ്ലാക്ക്മെയിലായി തന്നെ തുടരാമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ച കുറിപ്പിനെയാണ് ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അഭിഭാഷകൻ അവഹേളിച്ചത് എന്നുള്ളത് കൂടിയാണ് നാം കാണേണ്ടത്. PV ജോഷിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.